പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കാണുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ജയിലിലടയ്ക്കപ്പെട്ട മുരുകനെ നാട്ടുകാർ ചേർന്ന് ജയിലിൽ നിന്നിറക്കി സ്വീകരിക്കുന്ന കാഴ്ചയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ RP 1031 കാഴ്ച കൂടി നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ നാട്ടുകാരും ജാതിമത ഭേദമന്യേ ചേർന്ന് നിന്നിട്ടൊരു ചെറുപ്പക്കാരനെ സ്വീകരിക്കുന്നു. ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നു. നമ്മുടെ നാടിന് ഒരു പുതു മാനം നൽകാൻ ഈ വാർത്ത സഹായിക്കും, ഈ കാഴ്ച സഹായിക്കും. ഒറ്റയ്ക്കാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഒന്നടങ്കം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് നാം ഇവിടെ കാണുന്നത്. അവന് ഇത്രയും നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കുടിവെള്ളം ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഒറ്റയ്ക്കുള്ള പ്രവർത്തനമാണ് ഇത്രത്തോളം എത്തിച്ചത്. അപ്പോൾ അവൻ്റെ സ്വയരക്ഷയ്ക്കായിട്ടാണ് ആ തോക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഉപയോഗിച്ചതായിട്ടില്ല, ഇങ്ങനെ പോക്കറ്റിൽ വെച്ചതായിട്ട് മാത്രമേ കണ്ടുള്ളൂ, ഉപയോഗിച്ചൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടും അവനെ നാട്ടിലെ ജനങ്ങളുടെ സേവനത്തിനനുസരിച്ച് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മുരുകന് വേണ്ടിയിട്ട് പോരാടാൻ ഈ വാർഡിലെ എല്ലാ പരിസരവാസികളും നിവാസികളും എല്ലാം ഒറ്റക്കെട്ടായി ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്, ഈ നിങ്ങൾ പഞ്ചായത്തിലെ തീരുമാനമെടുത്ത മെമ്പറും നമ്മുടെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന കമ്മിറ്റികളിൽ തീരുമാനമെടുത്തു. നാളെ 2 മെമ്പർ ശക്തമായ വാക്കുകളിലാണ് മെമ്പർ പറഞ്ഞിട്ടുള്ളത് 2 ദിവസത്തിനുള്ളിൽ. അത് നമുക്ക് ഒത്തിരി അഭിമാനം കൊള്ളുന്നതാണ്. ഇത്തരം മെമ്പർമാർ കേരളത്തിൽ പിന്നെ എമ്പാടും എല്ലാ മെമ്പർമാരും ഇങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മെമ്പറിൻ്റെ ആ വാക്കിൽ അത്രയും വലിയ ഊർജ്ജം ഉണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ വെള്ളം വന്നില്ലെങ്കിൽ പിന്നെ അവിടെ പള്ളിച്ചൽ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മെമ്പറെ എനിക്കറിയാം. മെമ്പറിൻ്റെ രാഷ്ട്രീയമൊന്നും അറിയില്ല. ഏതാണെങ്കിലും മെമ്പറിൻ്റെ ആ ഒരു വാക്കിനെ ഞങ്ങളും അഭിവാദ്യം അർപ്പിക്കുകയാണ്. അത് പാർട്ടി ഭേദമില്ലാതെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അതിന് അനുകൂലമാണ്. 2 ദിവസത്തിനകത്ത് വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ഉപരോധിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതാണ് ഇപ്പൊ ഇത് അധികാരികൾ മനസ്സിലാക്കേണ്ടത്. ജാതി മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഭേദമന്യേ എല്ലാവരും ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ദയവായി അധികാരികൾ ഇവരുടെ ഈ ഉപരോധത്തെ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്നാണ് നമുക്കിവിടെ വന്ന് അന്വേഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. ൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്.
മെമ്പറിന് വളരെ വേണ്ടപ്പെട്ട ഒരു അടുത്ത ഒരു ഉള്ള ചെറുപ്പക്കാരനാണ് മുരുകൻ എന്നുള്ളത് ഇന്നലെ നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. അതുകൊണ്ട് മെമ്പർ ആത്മാർത്ഥമായി തന്നെ മുരുകൻ്റെ ആ വരവിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും. അപ്പം മുരുകനെ ഇവിടെ അവർക്ക് കിട്ടുന്ന ആളുകളെ വെച്ച് ഒരു സ്വീകരണം നടത്തി ആ ജയിലിൽ പോയ മുരുകന് ആവേശം, മുരുകൻ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി അടുത്ത ദിവസം എന്തെങ്കിലും മറ്റേ ഇടയ്ക്ക് ആരോ പറഞ്ഞു ഒരു സർവകക്ഷി യോഗമോ ഒക്കെ വിളിക്കുന്നുണ്ട്, മുരുകനെ ഒന്ന് ആദരിക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറയുകയുണ്ടായി. എന്താ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളല്ലോ? അതിൽ ഇവിടുത്തെ നാട്ടിലെ പരിസരവാസികൾ എല്ലാ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത് നാട്ടുകാരുടെ ആവശ്യത്തിനൊപ്പം അനുകൂലിച്ച് ഞാനും നിൽക്കും. ഓക്കെ മെമ്പർ, തീർച്ചയായിട്ടും 2 മെമ്പർമാരും പറയുന്നത് മുരുകനെ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ മുരുകനെ എങ്ങനെ ആദരിക്കുന്നതിനെക്കുറിച്ചും മുരുകനെ ഫ്ലെക്സ് വെക്കുന്നതിനെക്കുറിച്ചും, അപ്പോൾ ഇവരാരും ഇത്ര പെട്ടെന്ന് ഈ തോക്കൊക്കെ കൈവശം വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടില്ല എന്നൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവരിങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. അപ്പം മുരുകന് വേണ്ടി ഫ്ലെക്സ് വെക്കണമെന്നും മുരുകന് വേണ്ടി പ്രചരണം നടത്തണമെന്നും മുരുകന് വേണ്ടി അവിടെ നിന്ന് സ്വീകരിച്ച് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു ഇവിടെ നാട്ടിൽ പലരും പറയുകയുണ്ടായത്. എന്താണെങ്കിലും അതിനുവേണ്ടി ശക്തമായി ഇറങ്ങാൻ സത്യത്തിൽ ഇവിടെ ആരെയും നമ്മൾ അങ്ങനെ കാണുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ സാധാരണക്കാരും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളൊക്കെയാണ് മുൻകൂട്ടി നിൽക്കുന്നത്. അവർ പറഞ്ഞത് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാണെങ്കിലും മുരുകനെ പോയി സ്വീകരിച്ചുകൊണ്ട് വരുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പെട്ടെന്ന് മുരുകൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കും കണ്ടാണ് അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞത് മുരുകനെ ഇന്ന് റിലീസ് ചെയ്യും, അതുകൊണ്ട് ജാമ്യക്കാരായിട്ട് വരാൻ, അതുകൊണ്ട് ഇവർക്കിത് പറ്റിയില്ല. എന്നാലും ഈ സാധാരണക്കാരായ ആളുകൾ, മുരുകനെ നെഞ്ചേറ്റിയ ആളുകൾ ഇവിടെ വരുമ്പോൾ മുരുകനെ സ്വീകരിച്ച് കൊണ്ടുപോവുകയും അടുത്ത ദിവസം മെമ്പർമാർ പറഞ്ഞത് അങ്ങനെ നാട്ടുകാർക്കൊപ്പം നിന്ന് അങ്ങനെ ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചാൽ വളരെ നല്ലതാണ്. അതിനുവേണ്ടി അവരുടെ ആത്മാർത്ഥമായ പ്രസൻസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. പയ്യനല്ല അവൻ എല്ലാവർക്കും ഒരു നല്ലൊരു പയ്യനാണ്. അവൻ്റെ അച്ഛൻ വേറെ ദൂരെ ചെന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്നാണ് ഈ വാഴയ്ക്ക് ഒഴിക്കുന്നത്. ഈ ചാനലിൻ്റെ വെള്ളമാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ വെള്ളം വരുമ്പോഴേ ഞങ്ങൾ കിണറുകളിൽ വെള്ളമാവും, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടും, കൃഷിക്കാർക്ക് ഒരു സഹായമാവും, കൃഷിത്തോട്ടങ്ങൾ നല്ല രീതിയിൽ വരും. അങ്ങനെ ഈ ചാനൽ വെള്ളത്തിനെ ആശ്രയിച്ചാണ് ഈ വെങ്ങാനൂർ പഞ്ചായത്തിൽ ഒരു ചാനലിൻ്റെ ജനങ്ങൾ കരയിൽ തന്നെയാണ് ഒരു പവർ ലൂമുണ്ട്, തുണി മില്ല്. അപ്പോൾ ആ തുണി നെയ്ത്ത് വരാം. അപ്പോൾ ആ തുണി മില്ലിൽ ചാനൽ വെള്ളം വരുമ്പോഴേ അവിടെ വെള്ളം ഇറങ്ങുന്നു എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ പേപ്പർ കൊടുത്ത് അവർ അതിൽ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചാനൽ വെള്ളം ഇങ്ങോട്ട് അവർക്ക് ഈ തുണി മില്ലിനെ ആ കെട്ടിടത്തിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ചാനൽ വെള്ളം വിടാത്തത്. അപ്പോൾ ആ കെട്ടിടത്തിനെ സംരക്ഷിച്ചപ്പോൾ ജനങ്ങൾക്ക് ജലമില്ല, കുടിക്കാൻ വെള്ളമില്ല, കൃഷിക്ക് വെള്ളമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വന്നു. ഈ ചാനൽ വെള്ളം വന്നാൽ ഇങ്ങനെ ഒരു കെട്ടിടത്തിന് ഊറ്റിറങ്ങുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് അവർ ആ കെട്ടിടം അവിടെ വെച്ചത്? ജനങ്ങളെ കൊല്ലിക്കാനുള്ള ആ വേലയല്ലേ അവിടെ ചെയ്തത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. അതിനെ എത്രയും പെട്ടെന്ന് അതിനെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുക, കൃഷിക്ക് യോഗ്യമായ വെള്ളം കൊടുക്കുക. ഇതല്ലേ മുരുകൻ്റെ കൃഷിത്തോട്ടം? ഇത്രയും കൃഷി എത്ര കഷ്ടപ്പെട്ടായിരിക്കണം ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം വാഴയും അതുപോലെ തന്നെ തെങ്ങ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇടതിങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പൈപ്പിൻ്റെ വെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നോക്കൂ, ഇതൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ അവർ വെള്ളം ചുമന്നുകൊണ്ട് വന്ന് ഒഴിച്ചിട്ടുള്ള പാട് നമുക്ക് കാണാൻ കഴിയും. എത്ര കഷ്ടമായിരിക്കണം വെള്ളം നമുക്ക്, അതായത് കുടിവെള്ളം പോലും എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത സംവിധാനങ്ങളിൽ എവിടുന്നോ വെള്ളം ചുമന്നുകൊണ്ട് വന്ന് കൃഷിയെ സംരക്ഷിക്കുന്ന മുരുകൻ തോക്കെടുത്തതിൽ അത്ഭുതപ്പെടാനുണ്ടോ എന്ന കാര്യം കൂടി പൊതുജനം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇത് കാണുന്ന നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ ഈ അടുത്ത സമയത്താണ് ഇതിലൊക്കെ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള പാട് നമുക്ക് കാണാൻ കഴിയും. അതാണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെയോ മറ്റോ ഈ വാഴയ്ക്ക് അവർ വെള്ളം 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ചുമന്നുകൊണ്ടൊന്ന് ഒഴിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഈ വാഴയ്ക്കൊക്കെ അവരെത്ര കരുതിയിട്ടായിരിക്കണം, എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കൃഷിയെ സംരക്ഷിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ജനങ്ങൾ കാണാതെ പോകുന്നത് ഈ വാഴയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വാഴയ്ക്ക് ഇതിനൊക്കെ മുരുകനിപ്പോൾ ജയിലിലായതുകൊണ്ട് മുരുകൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് ഈ വാഴയ്ക്കിപ്പോൾ വെള്ളം ഒഴിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ വാഴയ്ക്ക് ഇതെല്ലാം മുരുകൻ്റെ കൃഷിയാണ്. മുരുകൻ കൃഷി ചെയ്തെടുത്തിരിക്കുന്ന കണ്ടോ, നോക്കൂ, ഇതെല്ലാം മുരുകൻ്റെ കൃഷിയാണ്.
അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ജയിലിൽ അടച്ചത് എന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയവർക്ക് കൂടി ശരിക്കും ശിക്ഷ കൊടുക്കേണ്ടതല്ലേ? ഈ ഒരു സാഹചര്യം അങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങൾക്ക് വാർത്തയാണ് പ്രധാനം, അതിനകത്തെ സത്യാവസ്ഥയല്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പ്രതിയുടെ എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളത് എൻ്റെ പുറകിലൊന്ന് വന്നപ്പോഴാണ് നമുക്കിങ്ങനൊരു കാര്യം, പ്രതിയാക്കപ്പെട്ട ആളിൻ്റെ പുറകിൽ വന്നപ്പോൾ കണ്ട ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജയിലിൽ പോയെങ്കിലും മുരുകനൊപ്പമാണ്. ജയിൽ അതായത് കോടതി ശിക്ഷിച്ച പ്രതിക്കൊപ്പം ഒരു നാട്ടുകാരൊന്നടങ്കം അല്ലെങ്കിൽ കോടതി ജയിലിലയച്ച കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആളിനൊപ്പം ഒരു ജനത ഒന്നടങ്കം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു നിസ്സാരമായി കാണാൻ ഒരു പൗരനെന്നുള്ള രീതിയിൽ നമുക്ക് കഴിയുന്നില്ല. ഇതൊക്കെ അപ്പുറത്തെ വാഴയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം മുരുകൻ്റെ കൃഷിയാണ്. വർഷം വെള്ളവും ഇല്ല, ഒന്നുമില്ല. കരകൃഷികളല്ല. ഏകദേശം എത്ര വർഷമായി ഇതുവഴി വെള്ളം വന്നിട്ട്? 3 വർഷം കഴിഞ്ഞു. കണ്ട ഇവിടെ ഇവര് പമ്പ് സെറ്റ് വെച്ചാണ് അടിക്കുന്നത്. അല്ലെങ്കിൽ നെൽകൃഷി വരെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് കീഴ്ഭാഗം. അമ്മ ഇവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ള ആളല്ലേ? ജനിച്ചു വളർന്ന ആളല്ലേ? അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈ മെമ്പർ വന്ന് ഞങ്ങൾക്ക് പൈപ്പുകൾ കണക്ഷങ്ങൾ തന്നു. അത് എന്നും കിട്ടിയെന്ന് വരുമല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് രാജ്യത്തെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും നിയമപരമായി എന്തുകൊണ്ടാണ് കുടിക്കണോ? ഞങ്ങൾ കുമളിയിൽ ചെന്ന് കോരിക്കൊണ്ടുവന്നു. ഞങ്ങൾ ഈ ഇടയ്ക്ക് കുടിച്ച് കുമളിയിൽ നിന്ന് കൊച്ചുങ്ങൾക്ക് കുളിപ്പിക്കാനൊക്കെ ഞാൻ കുമളി എന്ന് വെച്ചത് നമ്മുടെ കുമളി എന്നവർ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ നീരുറവയ്ക്കാണ്. വെള്ളം മാഞ്ച് മാഞ്ച് ഞങ്ങൾ സഹിച്ച് ക്യാനുകളിൽ വെള്ളം കൊണ്ടുവച്ചാൽ അങ്ങനെ കുടിച്ച് ഞങ്ങൾ പ്രിയപ്പെട്ട കൃഷി നശിച്ചു പോയി. ഈ പാട്ടകൃഷി ചെയ്യുന്നവർക്ക് കൃഷിയാണെങ്കിൽ അവർക്ക് ഈ അവര് മുതലാണ് പണങ്ങൾ ചെലവാക്കി കൃഷി ചെയ്തിടുമ്പോ ഈ വാഴയൊക്കെ കൊലച്ച് വിളയാറായി വരുമ്പോ ഈ വെള്ളം കിട്ടാതെ വന്നാൽ ആ കൃഷി മൊത്തം അവർക്ക് ഒരുപാട് അവർ പിന്നെ ആത്മഹത്യയുടെ ശ്രമത്തിൽ വരും. പക്ഷെ ഇത് മുരുകൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ശ്രമിച്ചത് നമുക്ക് ഈ വെങ്ങാനൂർ പഞ്ചായത്തുകാർക്ക് മാധ്യമധർമ്മം എന്നത് ജനങ്ങൾക്ക് ശരികൾ കാട്ടിക്കൊടുക്കുന്നതിന് കൂടി ആണെന്നുള്ള യാഥാർത്ഥ്യത്തോടെയാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ധർമ്മം ഞങ്ങൾ വരും വീഡിയോകളിലും പുലർത്തും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് RP 1031 എന്ന ഈ ന്യൂസ് ചാനലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി RP 1031 ന്യൂസ് ചാനലിൻ്റെ അഭിവാദ്യങ്ങൾ.